അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫ് റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സർവാദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സർഗാവിഷ്കാരങ്ങൾ പേമാരി പോൽ പെയ്തിറങ്ങുന്നു. ഫറാസ്ദയുടെ ഈ ധന്യ നിമിഷത്തിൽ വിദ്യാർത്ഥിത്വം, നിലപാടുകളും വ്യവഹാരങ്ങളും എന്ന വിഷയത്തിൽ ഏതാനും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംവദിക്കാം. ഒന്നാദ്യം തുണക്കട്ടെ. വിദ്യാഭ്യാസം കേവലം അറിവുത്പാദനവും വിതരണവും മാത്രമായി ചുരുങ്ങുന്ന ഈ കാലത്ത് എന്തുകൊണ്ടും അനിവാര്യമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായാണ് ഞാനിതിനെ കാണുന്നത്. വിദ്യ, വിദ്യാർത്ഥി എന്ന ദ്വന്ദ്ങ്ങളുടെ പൂർണ്ണതയും അതിലൂടെ വ്യക്തമാകുന്ന, അതിലൂടെ രൂപപ്പെടുത്തേണ്ട ധാർമ്മികതയും ബോധ്യപ്പെടുത്തി കേവലം വിദ്യാർത്ഥി കാലത്തെ ക്രിയാത്മകമാക്കാനുള്ള ചില ആലോചനകൾ മാത്രം ഞാനിവിടെ പങ്കുവെക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഭരണകൂടത്തെ പിടിച്ചെടുത്തു കഴിഞ്ഞു. അവശേഷിക്കുന്നത് സർവകലാശാലകളാണ്. നാസികളുടെ കുപ്രസിദ്ധമായ ഒരു പ്രഖ്യാപനമായിരുന്നു അത്. ഉന്നതമായ കലാശാലകളെ ലക്ഷ്യം വെച്ച് സർക്കാർ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ വിദ്യാസമ്പന്നരും വിദ്യാർത്ഥികളും ഉണ്ടതിനാൽ അവർക്ക് രാജ്യം മുഴുവനായും ഏകാധിപത്യത്തിന് കീഴടക്കാൻ കഴിയുന്നില്ല. ഒരു ജനതയെ അടിമകളാക്കാൻ ആദ്യം വേണ്ടത് അധികാരമാണ്. അടുത്തതായി അറിവുള്ളവരെ നിശബ്ദമാക്കലാണ്. ഇത് രണ്ടും സാധിച്ചാൽ ഒരു രാജ്യം സമ്പൂർണമായും ഫാസിസത്തിന് കീഴടങ്ങും. ഉന്നതമായ കലാശാലകൾ ലക്ഷ്യം വെച്ച് സർക്കാർ നടത്തുന്ന നീക്കങ്ങളുടെ താത്പര്യം വ്യക്തമാക്കാൻ മറ്റു കാരണങ്ങളൊന്നും ആവശ്യമില്ല. ഫാക്ടറികളിൽ നിന്ന് പുറത്തു വരുന്ന ഉത്പന്നമാകരുത് വിദ്യാർത്ഥികൾ, മറിച്ച് സാമൂഹിക തിന്മകളോട് പൊരുതുന്ന സമകാല രാഷ്ട്രീയാർത്ഥങ്ങൾ മനസ്സിലാക്കി നിലപാട് രൂപപ്പെടുത്തി സ്വയം പ്രതികരിക്കുന്ന, പ്രതിരോധം തീർക്കുന്നവരുമാകണം നമ്മുടെ വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥിത്വം എന്നത് കേവലം ഒരു പദവിയല്ല, അത് നാളത്തെ ലോകത്തെ നിർമ്മിക്കാനുള്ള ഒരു പ്രതിജ്ഞയാണ്. മനുഷ്യർ ആവിഷ്കരിച്ച സകല വിപ്ലവങ്ങൾക്കും വഴിമരുന്നിട്ടത് വിദ്യാർത്ഥികളായിരുന്നു. കാലാന്തരത്തിൽ വിദ്യാർത്ഥിത്വം ശുഷ്കമാകാൻ തുടങ്ങി. അധികാര രാഷ്ട്രീയത്തിൻ്റെ ദുർബോധം പിടികൂടിയ വിദ്യാർത്ഥി സംഘങ്ങൾ കേവലം ദല്ലാളുകൾ മാത്രമായി ചുരുങ്ങി. സംവാദങ്ങൾ ആയുധങ്ങൾക്ക് വഴിമാറി. സർഗാത്മകത ക്യാമ്പസുകളിൽ നിന്ന് പടിയിറങ്ങി. വിദ്യാർത്ഥികൾ നിലപാട് രൂപപ്പെടുത്തേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ ദൗത്യം എന്താണ്? നമ്മുടെ നിലപാട് എപ്പോഴും സത്യത്തിനോടും അറിവിനോടും ചേർന്ന് നിൽക്കുന്നതായിരിക്കണം. അതിൽ 3 കാര്യങ്ങൾ നിർബന്ധമാണ്. 1. ക്രിറ്റിക്കൽ തിങ്കിങ് അഥവാ വിമർശനാത്മകത ചിന്ത. കേവലം പഠിപ്പിക്കപ്പെടുന്നത് അതേപടി വിഴുങ്ങുന്നവരല്ല വിദ്യാർത്ഥികൾ, മറിച്ച് എന്തുകൊണ്ട് എന്ന് ചോദിക്കാനുള്ള ആർജവം അവനുണ്ടായിരിക്കണം. രണ്ടാമതായി എത്തിക്സ് ആൻഡ് സോഷ്യൽ കമ്മിറ്റ്മെന്റ്, ധാർമ്മികതയും സാമൂഹിക പ്രതിബദ്ധതയും നമ്മൾ കൈവരിക്കണം. വിദ്യാഭ്യാസം നമ്മെ സ്വാർത്ഥരാക്കരുത്. ചുറ്റുമുള്ളവരുടെ ദുരിതങ്ങളിലും അനീതികളിലും പാരിസ്ഥിതിക പ്രശ്നങ്ങളിലും പ്രതികരിക്കാനും പരിഹാരം കാണാനും ശ്രമിക്കുന്ന ഒരു സാമൂഹിക ജീവിയായി നാം നിലകൊള്ളണം. സ്നേഹം ചൊരിഞ്ഞ് സഹപാഠികളിലേക്ക് ഇറങ്ങാൻ കഴിയണം. മൂന്നാമതായി ഓപ്പൺനെസ് ടു ഇന്നോവേഷൻ അഥവാ നവീകരണത്തോടുള്ള തുറന്ന മനസ്സ്. പഴയതിനെ ബഹുമാനിക്കുമ്പോഴും പുതിയ ആശയങ്ങളെയും സാങ്കേതിക വിദ്യകളെയും ഭയമില്ലാതെ സ്വീകരിക്കാൻ ഒരു വിദ്യാർത്ഥിക്ക് സാധിക്കണം. എങ്കിലേ നമുക്ക് പുതിയ കാലത്തെ അഭിസംബോധനം ചെയ്യാൻ സാധിക്കൂ. വിദ്യാർത്ഥിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവഹാരം അറിവ് നേടുക എന്നു തന്നെയാണ്. സമൂഹത്തിൻ്റെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഒരു തലമുറക്ക് ആഴത്തിലുള്ള അറിവ് അത്യാവശ്യമാണ്. ദിനചര്യയിൽ പഠനത്തിനും ഗവേഷണത്തിനും കൃത്യമായ സ്ഥാനം നൽകണം. പ്രിയ കൂട്ടുകാരെ, വിദ്യാർത്ഥിത്വം എന്നത് സമരങ്ങളുടെ കാലം മാത്രമല്ല, സ്വയം കണ്ടെത്തലിൻ്റെയും സ്വയം നിർമ്മാണത്തിൻ്റെയും കാലം കൂടിയാണ്. നമ്മുടെ നിലപാടുകൾ സത്യസന്ധവും വ്യവഹാരങ്ങളും ക്രിയാത്മകമാകുമ്പോൾ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയൂ. അറിവ് നേടാനുള്ള ആവേശവും അതിനെതിരെ അനീതിക്കെതിരെ നിശബ്ദിക്കാനുള്ള നെഞ്ചുറപ്പും
സമൂഹത്തിന് നന്മ ചെയ്യാനുള്ള ഇച്ഛാശക്തിയും ഓരോ വിദ്യാർത്ഥിയുടെയും മുഖമുദ്രമായി മാറട്ടെ. നമ്മൾ നാളത്തെ വെളിച്ചമാണ്, ആ വെളിച്ചം നാളെയെ മാറ്റി മറിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. വാഹൃദാവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.